ഇത് ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. സ്നേഹമുണ്ടോ നിങ്ങൾക്കെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ വൈകാരിക സ്നേഹമെന്ന് പറയും. അതല്ല. ഈ ബൈബിളിലെ ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് കുമ്പസാരിക്കാൻ വരുമ്പോൾ ഞാനെന്ത് കുമ്പസാരിക്കാനാണ്, ഞാൻ ഇങ്ങനെ ദൈവത്തിനെ ഒപ്പിച്ച് ജീവിക്കുകയാണ്, പ്രത്യേകിച്ച് കുമ്പസാരിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഞാൻ പറയാം നിങ്ങൾക്ക് എന്തോ വട്ടുണ്ടെന്ന് പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കുമ്പസാരിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് ഈ പിശാച് വർക്ക് ചെയ്യുന്നില്ലെന്ന് എൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ആരോടെങ്കിലൊക്കെ പറയാം. ബട്ട് ദേനഗുരുക്കന്മായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കുമ്പസാരിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്ന് പോയിട്ട് വർഷങ്ങളായി, നിങ്ങൾക്ക് ആലോചന ചെയ്തു തരാൻ ആരുമില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹരാഹിത്യത്തിൻ്റെ മേഖലകളെ നിങ്ങളെ ബോധ്യപ്പെടുത്തും. അല്ലാതെ നിങ്ങൾ വ്യഭിചാരം ചെയ്താൽ വെള്ളമടിച്ചാന്നല്ല പ്രശ്നം. നിങ്ങൾ ഉടനെ കയറി കുമ്പസാരം എന്ന് പറയുമ്പോൾ ഉടനെ നിങ്ങൾ ഇതുപോലെയുള്ള ക്യാപിറ്റൽ സിൻസാണ് പറഞ്ഞത്. അതല്ല. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളിലും ദൈവസ്നേഹം ഉണ്ടോ എന്നാണ് പ്രശ്നം. ദൈവസ്നേഹം, ഇപ്പോൾ ഒരു മനുഷ്യൻ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പാപം കുറഞ്ഞിരിക്കും. ഇനി ദൈവസ്നേഹം ഇല്ലെങ്കിലും പാപം കുറഞ്ഞിരിക്കും, പക്ഷേ നമ്മൾ അറിയത്തില്ല. ചില ആൾക്കാരെ പറയല്ലേ, എനിക്ക് രാത്രിയാണ് ചുമ, രാവിലെ ഞാൻ ഓക്കെയാണെന്ന്. എനിക്ക് രാത്രിയാണ് ചുമ വരണത്, രാവിലെ ഞാൻ ഓക്കെയാണെന്ന് പറയും. ചില കുമ്പസാരക്കാരുടെ ചില അവസ്ഥ അതാണ്. രാത്രി ചുമയെന്ന് വെച്ചാൽ നിനക്ക് ഉൾപ്പനി ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. പക്ഷെ പകൽ നീ അറിയുന്നില്ലെന്ന് എൻ്റെ അർത്ഥം. പകൽ നീ അറിയുന്നില്ല. പകൽ അറിയിക്കാനുള്ള സിംറ്റംസ് ഇല്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലല്ല, പരിശുദ്ധാത്മാവ് എല്ലാവരിലും ഉണ്ട്. പരിശുദ്ധാത്മാവ് ചില സമയത്ത് നിർവീര്യമായി, പരിശുദ്ധാത്മാവ് ഉണ്ട്, പക്ഷേ എന്താ പരിശുദ്ധാത്മാവ് സംഭവിക്കണത്? കൈയും കാലും അനക്കാൻ പറ്റത്തില്ല. ഇപ്പം ചില പരിശുദ്ധാത്മാവ് ഉണ്ട്, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ കൈയും കാലും അനങ്ങത്തില്ല. എന്താ കാര്യം? സിക്കാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയും പരിശുദ്ധാത്മാവിനെ നിർവീര്യം ആക്കരുത്, അല്ലേ? തെസ്സലോനിയൻസ് എടുത്ത് 1 തെസ്സലോനിയൻസ് 5:19 ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. എന്ന് പറഞ്ഞ് ആത്മാവിനെ നിങ്ങൾ നിർവീര്യം ആക്കരുത്. ബൈബിള് ചോദിച്ചാൽ മാത്രമേ തുറക്കത്തുള്ളൂ. ഇങ്ങനെ തുറന്ന് കിടക്കത്തില്ല. തുറന്ന് കിടക്കുന്നത് വെയിറ്റിംഗ് ഷെഡാണ്. വെയിറ്റിംഗ് ഷെഡിന് പൂട്ടും താക്കോലൊന്നും ഇല്ലല്ലേ. ബൈബിളിൽ പൂട്ടും താക്കോലും ഉണ്ട്. അതിങ്ങനെ തുറന്ന് മലന്ന് കിടക്കത്തില്ല. മുട്ടുവിൽ നിങ്ങൾക്ക് അതാ തുറക്കപ്പെടും. നമ്മൾ ബൈബിളിൻ്റെ പല വചനങ്ങളിലും പ്രാർത്ഥിച്ചാൽ മാത്രമേ ഓപ്പൺ ചെയ്ത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ബൈബിൾ വായിച്ചേക്കാം, അരമണിക്ക് ബൈബിൾ വായിക്കണമെന്നല്ല പറഞ്ഞത്, വായിച്ചേക്കാന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഓപ്പൺ ചെയ്യത്തില്ല. ഫസ്റ്റ് നിങ്ങൾ ദൈവതിരുസന്നിധിയിലാണെന്ന് നിങ്ങളൊരു ഓർമ്മ വരുത്തണം. രണ്ടാമത് വായിക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ഇത് കയ്യിലെടുക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്ന്. കാര്യം പഴയ നിയമമല്ല, പുതിയ നിയമം. പുതിയ നിയമത്തിലെ ഓരോ വാക്കും അങ്ങേരുടെ രക്തം കൊണ്ട് കഴുകിയ വിശുദ്ധ ശക്തമുള്ള വചനങ്ങളാണ്. കാര്യം അതിനെല്ലാം അങ്ങേര് രക്തം ചിന്തിയിട്ട് സീല് ചെയ്തിട്ടുണ്ട്. പഴയ നിയമം വായിക്കണ പോലെ പുതിയ നിയമം വായിക്കാൻ പറ്റത്തില്ല. പുതിയ നിയമം വായിക്കണമെങ്കിൽ മുട്ട നിന്ന് വായിക്കേണ്ടി വരും. പഴയ നമുക്കത് നിന്ന് വായിക്കാം. യഹൂദന്മാരെല്ലാം നിന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, ക്രിസ്ത്യാനി മുട്ട നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പുതിയ നിയമം വായിക്കണമെങ്കിൽ അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നമ്മൾ മുട്ടയിൽ നിൽക്കും. കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനാണ്, തിരുരാവിലെ മുറിവേറ്റവനാണ്, മുൾക്കിടം ചൂടിയവനാണ്, നിൻ്റെ വിശുദ്ധമായ രക്തത്താലാണ് നീ വചനം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആ വചനത്തിൻ്റെ വാതിൽ ഈ ഉള്ളവർക്ക് വേണ്ടി, ഈ ഉള്ളവന് വേണ്ടി തുറന്നു തരണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
പിതാവേ, മഹത്വം. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ചോട്ടെ. സ്വർഗ്ഗത്തിലെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു വലിയ പ്രഭാതത്തിൽ നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു ബോധം ഉണ്ടായാൽ മാത്രം അത് രക്ഷപ്പെടാൻ. കാര്യം രക്ഷ എന്നൊക്കെ പറയണത് നിൻ്റെ ജീവിതം ഒരു നിമിഷം ദൈവത്തിലെ നീ ദൈവതിരുസന്നിധിയിലാണ് ഇരിക്കണത്. നീ വന്നതല്ല വിളിച്ചതാണെന്ന് ഓർത്താൽ മതി. എന്താണ് വന്നതല്ല എന്നെ വിളിച്ചതാണ്. സ്വരത്തിൽ പറഞ്ഞ് വന്നതല്ല വിളിച്ചതാണ്. ഞാൻ വന്നതല്ല എന്നെ വിളിച്ചതാണ്. എന്നെ വിളിച്ചതാണ്. ഞാൻ വന്നതല്ല എന്നെ വിളിച്ചതാണ്. എന്നെ വിളിച്ചതാണ്. ഹല്ലേലൂയ, മഹത്വം, മഹത്വം. ആലയത്തിൽ ഈ സമയം ഞങ്ങളെ വിളിച്ചു ചേർത്തതിന് ഒരുമിച്ച് കൂട്ടിയതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരുവാനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി എന്നെ എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അലീന ഷാജു. ഇതെൻ്റെ മമ്മി ജാനി ഷാജു. ഞങ്ങൾ വരുന്നത് മയൽത്തമാത ക്നാനായ ചർച്ച് ബൈസൺ വാലി ഇടുക്കിയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ജാനുവരി 2. ഞാൻ +2 കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിക്കാൻ പോവുകയായിരുന്നു. B2ൻ്റെ കോഴ്സെല്ലാം കഴിഞ്ഞ് B2ന് ഡേറ്റ് എടുക്കണം. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ B2ൻ്റെ ഡേറ്റ് എടുക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ എന്നാലും അവിടെ തൊട്ട് മാതാവ് എൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ ഡേറ്റ് എടുക്കാൻ വേണ്ടി ഏജൻറ്റിന് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ ആദ്യമായി തന്നെ എനിക്ക് 2 മൊഡ്യൂളിന് ഡേറ്റ് കിട്ടി. അതിന് ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു കഴിഞ്ഞ് എനിക്ക് ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് ഞാൻ ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് കൈവെപ്പ് ശുശ്രൂഷ വാങ്ങിച്ച് ലോക്കറ്റൊക്കെ തന്നു. അപ്പോൾ എല്ലാം അച്ഛൻ പോയി രക്ഷപ്പെട്ടു പോകും മോളെ എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്തുനിന്ന് അനുഗ്രഹങ്ങളെല്ലാം വാങ്ങിച്ച് കാശുരൂപമായിട്ട് ഞാൻ എക്സാമിന് പോയി. ഞാൻ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് പോയത്. ഞാനിവിടുന്ന് എക്സാമിന് പോകുമ്പോൾ പത്രം വാങ്ങിച്ച് എക്സാം സെൻറ്ററിൻ്റെ അവിടെയുള്ളവർക്ക് കൊടുത്തു. ഉപ്പ് ഞാൻ എൻ്റെ പോക്കറ്റിലിട്ട് എക്സാം സെൻറ്ററിൽ ആരും ചവിട്ടാത്ത രീതിയിൽ ഞാൻ ഇട്ടു. പിന്നെ കാശ് രൂപം അവിടെ കൈപ്പിടിക്കുകയോ കഴുത്തിലിടാനോ ഒന്നും സമ്മതിച്ചില്ല. അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സിൽ പിന്നെ വെച്ച് കുത്തിവെച്ച് ഞാൻ കാശ് രൂപമായിട്ട് തന്നെയാണ് എക്സാം ഹാളിലോട്ട് കയറിയത്. തേനും കഴിച്ചു. അങ്ങനെ എക്സാമിൻ്റെ ടൈമിൽ എനിക്ക് മാതാവ് ഓരോ ആൻസറും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാനറിയായിരുന്നു. കാരണം ഞാനല്ല എഴുതുന്നത്, മാതാവ് തന്നെയായിരുന്നു എൻ്റെ എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ ഫസ്റ്റത്തെ 2 മൊഡ്യൂൾ എക്സാം കഴിഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു. അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ, എനിക്ക് 2 മൊഡ്യൂൾ ഞാൻ ആ പാസ് മാർക്ക് മാത്രമേ ചോദിച്ചുള്ളൂ. ഞാൻ കറക്റ്റ് 60 മാർക്കേ ചോദിച്ചുള്ളൂ. പക്ഷേ എനിക്ക് 60 മാർക്കിൽ കൂടുതൽ മാതാവ് എനിക്ക് എന്നെ 2 മൊഡ്യൂളും പാസ്സാക്കി തന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. അത് ഞാൻ പറയുന്നു, നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് തന്നെയാണ് എനിക്ക് ആ എക്സാം പാസ്സാവാൻ സാധിച്ചത്. കാരണം എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് ഒരിക്കലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവാൻ പറ്റത്തില്ല. അത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ ബാക്കി 2 എക്സാമിന് ഡേറ്റ് എടുത്തു. ഡേറ്റ് എടുക്കാൻ വേണ്ടി ഏജൻറ്റിന് കൊടുത്തു. അതും എനിക്ക് പെട്ടെന്ന് തന്നെ ഡേറ്റ് കിട്ടി. അന്നേരം ഞാൻ അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ച് കാശ് രൂപമായിട്ടാണ് ഞാൻ എക്സാമിന് പോയത്. ഇതുപോലെ ഉടമ്പടി വസ്തുക്കളെല്ലാം ഞാൻ ഉപയോഗിച്ചു. ഉപ്പ് സെൻറ്ററിൽ ഇട്ടു. കാശ് രൂപം കയ്യിലുണ്ടായിരുന്നു. എക്സാം ഞാൻ പോയി എഴുതി. അതും എനിക്ക് മാതാവ് ആയിരുന്നു എൻ്റെ എക്സാം അറ്റൻഡ് ചെയ്തത്, ഞാനല്ലായിരുന്നു. അങ്ങനെ ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. അതിലെനിക്ക് 1 മൊഡ്യൂള് പാസ്സാവാൻ സാധിച്ചു.
അത് ഞാൻ കറക്റ്റ് 60 മാർക്കേ ചോദിച്ചുള്ളൂ. എനിക്ക് 60 മാർക്കിൽ കൂടുതൽ മാർക്കെന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നാളിങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ തീരുമാനിച്ചു, എന്തായി 3 മുടികൾ വെച്ച് പ്രോസസ്സിങ്ങിന് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഓരോ ഏജൻസിക്ക് കൊടുത്തു. അങ്ങനെ കുറച്ച് നാൾ ലാഗായിപ്പോയി. അന്നേരം ഞാൻ ഉടമ്പടി ചെറുതായിട്ട് ഉഴപ്പിയും തുടങ്ങിയാണ്. ചിലപ്പോൾ എൻ്റെ അഹങ്കാരം കൊണ്ടാവുക. അന്നേരമൊക്കെ ഇടയ്ക്കൊക്കെ എനിക്കുണ്ടായിരുന്നു, എൻ്റെ മെറിറ്റ് കൊണ്ടായിരിക്കും കിട്ടിയെന്ന് എനിക്കൊരുണ്ടായിരുന്നു. പിന്നെ ആയിരുന്നു എനിക്ക് ബോധ്യം വന്നത്, ഇത് എൻ്റെ കൃപ കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന്. അങ്ങനെ കുറേ നാൾ അങ്ങനെ പോയി എൻ്റെ കൂട്ടത്തിലുള്ളവർ കയറിപ്പോകുന്നു. എൻ്റെ കൂട്ടത്തിൽ എനിക്കറിയാവുന്നവരെല്ലാം കയറിപ്പോകുന്നു. പിന്നെ ഞാൻ ഈ 3 മുടികൾ പാസ്സായി കഴിഞ്ഞ് എനിക്ക് ഉടനെ തന്നെ ഒരു മെറിറ്റും ഇല്ലാത്ത എനിക്ക് അമ്മ ജർമ്മൻ പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്നു. അങ്ങനെ ഞാനെന്ത് 1 വർഷത്തോളം എനിക്ക് ജർമ്മൻ പഠിപ്പിക്കാനുള്ള ഭാഗ്യം മാതാവ് എനിക്ക് ഒരുക്കി തന്നു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പ്രോസസ്സിങ് ഇങ്ങനെ നീണ്ടു നിന്ന് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി കഴിഞ്ഞു. അപ്പോൾ ഈ ഇടയ്ക്ക് തൊട്ട് ജർമ്മൻ്റെ വാലിഡിറ്റി 1 ഇയർ ആക്കിയായിരുന്നു. അപ്പം ഇങ്ങനെ ഏജൻസിക്കാരോടെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പലരെയും വിളിക്കുന്നുണ്ട്. ഞാൻ കൊടുക്കാത്ത ഏജൻസികളില്ല, വിളിക്കാത്ത ഏജൻസികളില്ല. എനിക്കും എൻ്റെ വീട്ടുകാർക്കും അറിയാം, ഇഷ്ടംപോലെ ഏജൻസികൾ ഞാൻ കൊടുക്കുന്നു, വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു. പക്ഷെ അവിടെ നിന്നെല്ലാം പിന്നെ എനിക്ക് വരുന്ന റിപ്ലൈ എന്ന് പറയുന്നത്, മോളുടെ വാലിഡിറ്റി കഴിഞ്ഞു സർട്ടിഫിക്കറ്റിൻ്റെ, ഇനി ഒന്നുകൂടെ എക്സാം എഴുതുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കുക എന്നുള്ളൂ. അപ്പം ഞാൻ ആകെപ്പാടെ തളർന്നു പോയി. കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ മെറിറ്റ് കൊണ്ട് കിട്ടിയതല്ല, മാതാവ് എനിക്ക് തന്നതാണ്. എന്നാലും എൻ്റെ ഇത്രയും നാൾ പോയല്ലോ. അങ്ങനെ ഞാനിത് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം രാത്രി കുരിശ് വരയുടെ ടൈമിൽ ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവ്, എന്നെ ആരുടെയും മുന്നിൽ നാണം കെടുത്തരുതേ. അമ്മ തന്നതാണ് എനിക്ക് ഈ 3 മുടികൾ, അപ്പം അമ്മ ബാക്കി ഇതെല്ലാം ചെയ്തോളണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ടോക്ക് ഉണ്ടായി, ഇനിയിപ്പം വാലിഡിറ്റി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്നാ ഒരു പണി ചെയ്യാം, എന്നാൽ ഇപ്പം ജർമ്മൻ എന്നാ നോക്കണ്ട, എന്നാൽ നാട്ടിൽ തന്നെ നേഴ്സിംഗ് പഠിക്കുമെന്ന് പറഞ്ഞ് വീട്ടുകാരുടെ അടുത്തുനിന്നും നാട്ടുകാരുടെ ഇടയ്ക്കൊന്നും ഭയങ്കര പ്രഷർ. എനിക്കാണെങ്കിൽ ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഇവരെല്ലാം ഇങ്ങനെയാണ് പറയുന്നത്, പക്ഷേ എനിക്ക് ജർമ്മനിക്ക് തന്നെ പോകണം, എനിക്ക് നാട്ടിലൊന്നും നേഴ്സിംഗ് പഠിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരുത്തും കയറ്റി താഴ്മയോട് നിൽക്കുമിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളുമെന്ന്. അങ്ങനെ എനിക്കിങ്ങനെ വിഷമം വരുമ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് വായിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് മാതാവ് ഈശോ ഒരു ഹോപ്പ് തരുന്ന വചനങ്ങൾ എനിക്ക് തരുമായിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയ ഹോപ്പ് ഉണ്ടായി. ഞാൻ എന്തായാലും എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് മാതാവിനും ഈശോയ്ക്കും. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു വഴി തെളിച്ച് തരുമെന്ന് തന്നെ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ എക്സാം എഴുതുന്ന ടൈമിലൊക്കെ മമ്മിയാണെങ്കിൽ എന്നേക്കാൾ ഡബിൾ ഇരട്ടി പ്രാർത്ഥിക്കുന്ന ആളാണ്. അപ്പം ഞാൻ എക്സാമിൻ്റെ ടൈമിലാണെങ്കിൽ മമ്മി ആ എക്സാം തുടങ്ങുന്ന തൊട്ട് തീരുന്നോടം വരെ ഏതെങ്കിലും മമ്മി എവിടെയാണോ അവിടുത്തെ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇങ്ങനെ ഞാനൊരു ദിവസം കുരിശുവരയുടെ ഇടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഈശോയോട് എനിക്ക് എങ്ങനെയെങ്കിലും പോകണം, കാരണം എനിക്ക് നാട്ടിൽ എന്തായാലും നേഴ്സിംഗ് പഠിക്കണ്ട, ഇപ്പം എന്തായാലും ഞാൻ +2 കഴിഞ്ഞ് 2 വർഷം ആവുകയും ചെയ്തു, ഇനി എന്തെങ്കിലും മാതാവ് തന്നെ എനിക്ക് ഒരുക്കി തരണം എന്ന് പറഞ്ഞാൽ മാതാവിനും ഈശോയോടും കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പിറ്റേ ദിവസം ഞാൻ കൊടുത്ത ഒരു ഏജൻസിയിൽ നിന്ന് എൻ്റെ പപ്പായുടെ അനിയൻ അച്ഛനാണ്. അപ്പോൾ അച്ഛനെ ആ ഏജൻസി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അച്ഛനുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു, ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മോളുടെ ഇപ്പം വാലിഡിറ്റി കഴിഞ്ഞ സ്ഥിതിക്ക് വേറെ ഒരു ഇതുണ്ട്, പക്ഷെ പെട്ടെന്ന് തന്നെ പോകാം, പക്ഷേ എമൗണ്ടിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എമൗണ്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ വഴി നോക്കാം, മോക്ക് പെട്ടെന്ന് തന്നെ ജാനുവരിയിൽ തന്നെ ജർമ്മനിക്ക് പോകാമെന്ന് പറഞ്ഞ് ഡിസംബറിലാണ് അവർ വിളിക്കുന്നത്, ഈ കഴിഞ്ഞ മാസം. അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞ് വെച്ചു, വീട്ടുകാരെല്ലാം കൂടെ തീരുമാനിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ആ വഴി തന്നെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എമൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ആയിരുന്നു നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഒരു ഫാമിലി എന്ന് പറയുന്നത് അത്ര എമൗണ്ട് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് അത്ര എടുക്കില്ല എൻ്റെ ഫാമിലി, അത്ര എമൗണ്ട് ഇല്ല ഞങ്ങൾക്ക്. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ഓർത്ത് ഞങ്ങളെല്ലാവരും കൂടെ, എനിക്കറിയില്ല മാതാവായിട്ട് തന്നെ പലരിലൂടെ ഞങ്ങൾക്ക് കൊടുക്കേണ്ട ഫുൾ എമൗണ്ട് ഞങ്ങൾക്ക് റെഡിയാക്കി തന്നു. കറക്റ്റ് അവർ എന്നാണോ പൈസ അടിക്കേണ്ടതെന്ന് പറഞ്ഞത് അതിൻ്റെ തലേദിവസം തന്നെ എല്ലാം ഞങ്ങൾക്ക് പെട്ടെന്നായിരുന്നു. പെട്ടെന്ന് തന്നെ ടൈം ഷോർട്ടനിങ്ങിലൂടെ മാതാവ് ഞങ്ങൾക്ക് പലരിലൂടെ, ഞങ്ങളുടെ ബന്ധുക്കളിലൂടെ ആയാലും ഞങ്ങൾക്ക് അറിയാവുന്നവരിലൂടെ ആയാലും എമൗണ്ട് ഞങ്ങൾക്ക് സെറ്റാക്കി തന്ന് ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് തന്നെ പൈസ അവർക്ക് കൊടുക്കാനൊക്കെ സാധിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ആ വഴി പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ്, അപ്പോൾ അവർ പറഞ്ഞു ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാൻ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അത് തുടങ്ങി.
അങ്ങനെ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞു. എനിക്ക് വിസ ഇൻ്റർവ്യൂ ഈ ചൊവ്വാഴ്ച ഒരു ചൊവ്വാഴ്ചയായിരുന്നു, അത് January 6 ആയിരുന്നു. അങ്ങനെ വിസ ഇൻ്റർവ്യൂവിന് പോയി. അവിടെ മാതാവ് ഈശോ എല്ലാം ഭംഗിയായിട്ട് തന്നെ എൻ്റെ കൂട്ടത്തിൽ നടന്നെല്ലാം നന്നായിട്ട് ചെയ്തു തന്നു. അങ്ങനെ അവർ പറഞ്ഞു 14 വർക്കിംഗ് ഡേയ്സ് അതിനുള്ളിലായിരിക്കും വിസ വരുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് പിന്നെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം എൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം നേരത്തെ പ്രോസസ്സിങ്ങിന് കൊടുത്തുകൊണ്ട് അവർ പോയായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടത്തിൽ വേറെ 2 പേരും കൂടെ ഉണ്ട്. അപ്പം അങ്ങനെ 40 വർക്കിംഗ് ഡേയ്സ് എന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് മിനിഞ്ഞാന്ന് എനിക്ക് മെസ്സേജ് വന്നു, വിസ ഡിസ്പാച്ചായി എന്ന് പറഞ്ഞ്. ഇന്നലെ ഞാൻ പോയി വിസ കളക്ട് ചെയ്തു. ഇന്നലെ കളക്ട് ചെയ്ത് ഞാനും മമ്മിയും കൂടെ ഡയറക്റ്റ് കൃപാസനത്തിലോട്ടാണ് വന്നത്. ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ വിസ പൊട്ടിച്ചത്. പാസ്പോർട്ട് പൊട്ടിച്ച് വിസ ആദ്യമേ മാതാവിനെയാണ് കാണിച്ചത്. അപ്പം എൻ്റെ മാതാവ് നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ എനിക്ക് വിസ അടിച്ച് തന്നിട്ടുണ്ട്. ഇതെനിക്കറിയാം, എൻ്റെ കഴിവ് കൊണ്ടല്ല ഒരിക്കലും എനിക്കിത് കിട്ടുന്നത്. കാരണം ഈ വാളിറ്റി കഴിഞ്ഞ പേപ്പർ എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞു, എല്ലാ ഏജൻസിക്കാരും എന്നെ തള്ളിപ്പറഞ്ഞു, മോളുടെ ഈ പേപ്പർ കൊണ്ട് ഒന്നും നടക്കില്ല, ഒന്നുകൂടെ എക്സാം എഴുതണമെന്ന്. എങ്കിലും എനിക്ക് പാസ്പോർട്ട് വിസ അടിച്ചത് മാതാവ് മാത്രമാണ്. എൻ്റെ മെറിറ്റ് കൊണ്ട് ഒന്നുമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ ഈ വരുന്ന തിങ്കളാഴ്ച ജർമ്മനിക്ക് പോവുകയാണ്. പിന്നെ ജപമാല റാലിക്ക് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ ഒരു ഏജൻസിക്ക് കുറച്ച് ഫണ്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അവിടെ നടക്കത്തില്ലെന്ന് അവർ പറഞ്ഞപ്പം ഞങ്ങളിന്ന് റീഫണ്ട് ചോദിച്ചു. അപ്പം അങ്ങനെ ഈ മാസത്തെ ഈ 2025 ജപമാല റാലി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞ് രാത്രി തന്നെ ആണ് അവർ റീഫണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടത്. അങ്ങനെ ഒരു വലിയൊരു അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് തന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത്, ഞാൻ ജർമ്മൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാലറി കൊണ്ട് ഞാൻ എല്ലാ മാസവും മമ്മി കൃപാസനത്തിൽ ഞാൻ പറ്റുന്ന മാസങ്ങളിൽ വരും. അപ്പം ഞാൻ പത്രം കൊടുക്കാനുള്ള പൈസ മമ്മിക്ക് അയക്കും. മമ്മിയുടെ കയ്യിൽ നിന്ന് ഞാൻ പത്രം വാങ്ങിച്ച് ഞാൻ എവിടെയാണോ അവിടെയുള്ളവർക്ക്, ഓട്ടോ സ്റ്റാൻഡിലുള്ളവർക്ക്, ഇങ്ങനെ കാണുന്നവർക്കല്ല വഴിയിലുള്ളവർക്ക്, അങ്ങനെ പലർക്കും ഞാൻ എല്ലാ മാസവും പത്രം കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനും അല്ലാണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ രോഗികളായിരിക്കുന്നവർക്ക് മെഡിസിനും അതിനൊക്കെയുള്ള ഫണ്ടൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഹോസ്റ്റലിലായിരുന്ന ടൈമിൽ ഞാനും എൻ്റെ കൂട്ടത്തിൽ ഉടമ്പടി എടുത്തവരും ആദ്യ വെള്ളിയാഴ്ചകളിൽ പള്ളികളുടെ അവിടെ ഇങ്ങനെ കുറേ പേരിരിക്കും. അപ്പോൾ അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനും പൈസ കൊടുക്കാനൊക്കെ പോയിട്ടുണ്ട്. ഇനി മമ്മി എനിക്ക് വേണ്ടി കുറച്ച് കാരുണ്യപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, അത് മമ്മി പറയും. ദൈവതിരുനാമത്തിൽ മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ മകൾക്ക് വേണ്ടി പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ ഞാൻ മാതാവിനോട് പള്ളിയിൽ ചെന്ന് പറഞ്ഞു, അമ്മേ ഞാനും എൻ്റെ ഭർത്താവും ആരുടെയും മുന്നിൽ കൈനീട്ടാൻ പോകുകയില്ല. ഞാൻ 4 വർഷമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്. ഇതിന് മുമ്പ് ഞാൻ ഉടമ്പടി പറഞ്ഞിട്ടുണ്ട്. ഈ 3 സർട്ടിഫിക്കറ്റും ഞാൻ എന്ന് വരുമ്പോഴെല്ലാം ഈ തിരുനടയിൽ അമ്മയുടെ അടുത്ത് വെക്കും. അമ്മ ഈ സർട്ടിഫിക്കറ്റ് വെച്ച് എൻ്റെ കുഞ്ഞിനെ ജർമ്മനിയിൽ എത്തിക്കണം, നേഴ്സിംഗ് പഠിപ്പിക്കണം. കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. 1 കെട്ടിന് പകരം ഞാൻ 8 കെട്ട് പത്രം മേടിച്ചുകൊണ്ട് ഞാൻ പല ജില്ലകളിൽ കൊടുക്കും. ഇടുക്കി ജില്ല, കോട്ടയം ജില്ല, എറണാകുളം ജില്ല, ആലപ്പുഴ ജില്ലകളിൽ കൂടി കൊടുത്ത്, പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് കിട്ടുന്ന ശമ്പളക്കൂട്ട് പാവങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ കൊടുക്കും. പിന്നെ ഞാൻ ചിന്തിച്ചു, ഒരാൾക്ക് വയറ് നിറയാൻ 1 പൊതുകെടുത്താൽ 1 വാളുടെ അല്ല വയറ് നിറയുള്ളൂ. ഈ മാസം വരെ ഞാൻ ഒരു കുടുംബത്തിന് 5 കിലോ അരി വെച്ച്, എൻ്റെ കഴിവ് കൊണ്ടല്ല, മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രം പാവപ്പെട്ട കുടുംബത്തിന് 5 കിലോ അരി വെച്ച് ഞാൻ കൊടുക്കും. പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, കുഞ്ഞിൻ്റെ എക്സാമിൻ്റെ ഇൻ്റർവ്യൂ എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ പോയിരുന്നു, പ്രാർത്ഥിച്ചു, ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. അമ്മ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഈ കണ്ണുനീരും പ്രാർത്ഥനയും ഈ ഉപവാസത്തിന് എന്തേലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അമ്മ എൻ്റെ കുഞ്ഞിനെ MSCയിൽ നിൽക്കണം, എമിഗ്രേഷൻ ഓഫീസറായിട്ട് നിൽക്കണം, സ്റ്റാമ്പ് ചെയ്ത് വിസ അപ്രൂവ് ചെയ്ത് എൻ്റെ കുഞ്ഞിന് തരണം. ഞാൻ പറഞ്ഞു, അമ്മ 10 ദിവസത്തിനിപ്പുറം തരണം എന്ന് പറഞ്ഞു. പക്ഷേ 15 ദിവസം എന്ന് പറഞ്ഞിട്ട് 6ാമത്തെ ദിവസം അമ്മ എൻ്റെ കുഞ്ഞിന് വിസ അപ്രൂവ് ആയെന്നും പറഞ്ഞ് എൻ്റെ മോൾക്ക് അയച്ചു തന്നു. അമ്മയ്ക്ക് 1000 നന്ദി. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അമ്മയ്ക്കും 1000 നന്ദി. ഈ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഈശോ അമ്മയുടെ ആദ്യമായി നന്ദി രേഖ. എൻ്റെ പേര് ബിനിയ, ഇതെൻ്റെ ഹസ്ബൻഡ് സന്തോഷ്, മകൻ സൗരവ്. ഞങ്ങളുടെ വീട് തൃശ്ശൂരാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 17/11/2024
ഈ ഉടമ്പടി എടുക്കാൻ ഞാൻ ഇവിടെ എത്താനായിട്ട് എനിക്ക് ഈ കൃപാസനത്തിനെ കുറിച്ചോ ഒന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പൈസ ഞങ്ങൾ കടം കൊടുത്തിരുന്നു. അപ്പോൾ അവരെ നമ്മൾ വിളിക്കുമ്പോഴൊക്കെ ഓരോ അവധികൾ പറയും. അങ്ങനെ ഒരു വിളിച്ചപ്പോൾ അവരെ മകളാണ് ഫോൺ എടുക്കണത്. അപ്പോൾ മകൾ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യുക, അമ്മയ്ക്ക് പൈസ കിട്ടണില്ല, ചേച്ചിക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടും എല്ലാം ആണ് ഇവിടെ. ചേച്ചി കൃപാസനം എന്നൊരു പള്ളിയുണ്ട്, അവിടെ പോയി ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോഴും നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. നമ്മളൊരു ഹിന്ദു മതത്തിൽ ജനിച്ചതാണ്. കൃപാസനം പള്ളിയെ പോലും ഞാൻ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊരുപാട് സങ്കടത്തിലിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് പള്ളിയുണ്ട്, ഇവിടെ പോവാം. ആദ്യമൊക്കെ ആൾ സമ്മതിച്ചില്ല. പിന്നെ ആൾ എന്നെ പറഞ്ഞു നമുക്ക് പോവാം. അതിൻ്റെ ഇടയിൽ അപ്പോൾ നമുക്കൊരു വലിയൊരു സങ്കടം നടക്കുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മുടെ മകൻ ലണ്ടനിലായിരുന്നു. അപ്പോൾ അവൻ MBA അവിടെ പഠിക്കാൻ പോയത്. അവിടെ വെച്ച് അവൻ MBA ഒക്കെ പാസ്സായി, എല്ലാം ചെയ്തു, സർട്ടിഫിക്കറ്റ് എല്ലാം റെഡിയായി. പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ മാളിൽ പോയി ഇരിക്കുന്ന സമയത്ത് അവൻ്റെ രേഖകളെല്ലാം അടങ്ങിയ ഒരു ബാഗ് അവൻ്റെ കൈവശം അവൻ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് കളവ് പോയി. അവൻ്റെ ജോലിയുടെ എല്ലാ കാര്യങ്ങളും സർട്ടിഫിക്കറ്റും പാസ്പോർട്ട് എല്ലാം ആ ബാഗിലായിരുന്നു. അതെല്ലാം പോയി. ആൾ ഭയങ്കര സങ്കടത്തിലായി. അപ്പോൾ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു. അവൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, അമ്മ ഇങ്ങനെ പോയി അച്ഛാന്ന് പറഞ്ഞു. പിന്നെ അവൻ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാണ്ടായി. ആൾക്ക് വിഷമമായി. അതൊരു സങ്കടമായി. ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണില്ല. ഞങ്ങൾ അവനെ വിളിക്കും. അവൻ്റെ സിസ്റ്റർ അവിടെ ഉണ്ട്. സിസ്റ്റർ പറയും അവനവിടെ ഉണ്ട് അമ്മേ എന്ന് പറയുന്നതല്ലാതെ ഇവൻ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാതെ ഞങ്ങളും ഭയങ്കര സങ്കടത്തിലായി. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ എൻ്റെ മകൻ്റെ കാര്യം വെച്ചു. ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു അതിനിടയിൽ. അപ്പോൾ ജോസഫ് അച്ഛൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അവൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞ് ആ ജനുവരിയിൽ ഇവൻ എന്നെ വിളിച്ചു, പക്ഷേ സംസാരിച്ചില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കമ്മ ഞാൻ ഓക്കെയാന്ന് മെസ്സേജ് അയക്കാതല്ലാതെ ഞങ്ങളോട് കോണ്ടാക്റ്റ് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ കുറച്ച് നാൾ ഇങ്ങനെ ഇവൻ വിളിക്കും, അധികം സംസാരിക്കണമൊന്നുമില്ല. ഇവൻ്റെ വിഷമം ഇത് പോയത് ഞങ്ങൾക്കും വിഷമം, മകൾ അവിടുത്തെ വിഷമം പറയുക, എല്ലാം കൂടി ആയിപ്പോൾ അങ്ങനെ ഇരുന്നു. പിന്നെ ഇവൻ റൂമൊന്നും കിട്ടാതെയായി. പാർക്കിലും അവിടേക്ക് ഇരുന്നു, ജോലി ചെയ്യാൻ പറ്റാതായി. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അവിടെ ശക്തിയായി കണ്ടു. മകൻ അവിടേക്ക് ഇരിക്കണമൊക്കെ കണ്ടപ്പോൾ മൂവാറ്റുപുഴയുള്ളൊരു മോൻ ഇവൻ എന്നിവിടെ ഇരിക്കണുണ്ടല്ലോ, ജോലി ഒരു മലയാളിയല്ലേ എന്ന് തോന്നി. അവൻ ചെന്ന് ഇവനോട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ എല്ലാം ഇങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു പോയി, എനിക്ക് ജോലി ചെയ്യാൻ പറ്റണില്ല, വീട്ടിലേക്ക് പോകണമെങ്കിലും ഇത്രയും പൈസ കൊടുത്ത് ഞാൻ പഠിച്ചു, അതിൻ്റെ സങ്കടം അവന്. അതാണ് അവൻ വീട്ടിലേക്ക് വരാനൊരു വിഷമം. അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ആ കുട്ടിയും അവരെ കുറച്ച് ഇവരുടെ ഇടപെടൽ പോയിട്ട് അവനൊരു പാസ്പോർട്ട്, യാത്രാ പാസ്സൊക്കെ റെഡിയായി, ഇതൊക്കെ ചെയ്തു. അവൻ നാട്ടിലേക്ക് തിരിച്ചെത്തി. ഇനി നാട്ടിൽ വന്നു. ഇപ്പോൾ ആൾത്തറയിൽ ഞാൻ മകനോട് എത്തി, അതിൻ്റെ സന്തോഷം. പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അസുഖത്തിനോടാണ് ഞാൻ ഈ കുട്ടിയെ വിളിക്കുന്നതും അസുഖം പൈസയുടെ ചോദിക്കുന്നതും. അപ്പോൾ ആൾക്ക് ലിവറിനൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പിത്താശയ കല്ലുണ്ടായിരുന്നു. കല്ല് സ്കാൻ ചെയ്ത് അവർ പറഞ്ഞു, നിങ്ങൾ എത്രയും വേഗം ലിവർ മാറ്റി വയ്ക്കേണ്ടി വരും, ഇങ്ങനെ പിത്താശയത്തിൽ കല്ലും ലിവറിന് ഇതും കൂടി ആകുമ്പോൾ ഭയങ്കര ഇതായിരിക്കും, എത്രയും വേഗം 40 ലക്ഷം രൂപയും റെഡി ആവണം, ലിവറും മാറ്റി വയ്ക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ ഉടമ്പടി എടുത്ത് ഇന്നിപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്കാനിങ്ങിൽ അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വേദന എപ്പോൾ വന്നാലും വരണം, സർജറി റിസ്ക് എടുത്ത് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒത്തിരി വിഷമിച്ചിരിക്കും. പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞ് ആദ്യ വേദന വന്നു. അപ്പോൾ അതിനിടയിൽ ഞാൻ അച്ഛനെ വന്ന് ഇവിടെ അച്ഛനെ കണ്ടു. അച്ഛൻ തൈലൊക്കെ പുരട്ടി പ്രാർത്ഥിച്ചു തന്നു. അവിടെ ചെന്ന് പിന്നെയും വേദന വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പിന്നെയും വേദന വന്നല്ലോ, മാതാവെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. ഉപ്പും തൈലൊക്കെ എല്ലാ ദിവസവും ഉപയോഗിച്ചു, എല്ലാം ചെയ്യണം. അപ്പോൾ ആൾ പറയുന്നുണ്ട് സ്കാനിങ്ങിൽ ആൾ പറയുന്നുണ്ട് എനിക്ക് ഗ്യാസാണ്, വേറെ പ്രശ്നമല്ല. പക്ഷേ ഡോക്ടർ സമ്മതിക്കണില്ല. ഡോക്ടർ പറഞ്ഞു കല്ല് തന്നെയാണ്, ഇതാണ് വേഗം സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത്
നോക്കിയപ്പോൾ അന്ന് സ്കാൻ ചെയ്ത റിപ്പോർട്ട് എന്ന് വെച്ച് ഡോക്ടർ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കണ്. കല്ലില്ല, ഒന്നുമില്ല, ലിവറിൻ്റെ അസുഖവും കുറഞ്ഞു, മഞ്ഞപ്പിത്തം 6 പോയിൻ്റ് ആയിരുന്നു, അതും കുറഞ്ഞു. അപ്പോൾ ചോദിക്കുക എങ്ങനെ സംഭവിച്ചു എന്ന് ഡോക്ടർക്ക് അതിശയം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അപ്പോൾ തന്നെ സാക്ഷ്യം പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ ഡോക്ടർക്ക് തന്നെ ഭയങ്കര അതിശയായി ഇതെങ്ങനെ സംഭവിച്ചു. ഇപ്പോൾ ആൾക്ക് നല്ല സൗഖ്യമായി, മകനെത്തി. ഒരുപാട് സങ്കടങ്ങളിൽ വന്ന എനിക്ക് ഒരുപാട് അനുഗ്രഹം തന്ന അമ്മയോ ഈശോയോട് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാ മാസവും വന്ന് പത്രം വാങ്ങിച്ച്, ഞങ്ങൾ ഹിന്ദു എന്താണെങ്കിലും ഞാൻ എല്ലാവരോടും പറഞ്ഞ് ഞാൻ കൊടുക്കും. അമ്മ തന്ന അനുഗ്രഹങ്ങളും ഇതുകളും എല്ലാം. അതിനിടയിൽ ചെറിയ ചെറിയ അനുഗ്രഹങ്ങളും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. വലിയ സാക്ഷ്യം ഇവിടെ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ അടുത്തുള്ള കോൺവെൻറ്റുകൾ, അനാഥാലയങ്ങളൊക്കെ ഞങ്ങൾ പോവും, ഫുഡൊക്കെ വെച്ച് കൊടുക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഏതാണെന്ന് ചോദിച്ച് അത് കൊണ്ടു കൊടുക്കും. അങ്ങനെ ഞങ്ങൾ പിന്നെ ആരെങ്കിലും പൈസ ഒരു വയ്യായികയുള്ളവർ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ആരെങ്കിലും വന്ന് നമുക്ക് തോന്നുമ്പോൾ അവർക്ക് നമ്മുടെ കയ്യിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി.